കഴിഞ്ഞ സാമ്പത്തിക വർഷം 9,700 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത്. ആ രീതിയിൽ ഇനി ഒരു ഓൺലൈൻ ആപ്പ് കൂടി വന്നാൽ, അതായത് ഓൺലൈൻ മാർഗം മദ്യ വിൽപ്പന നടത്തിയാൽ ഈ 9,700 കോടിയിൽ നിന്നും അത് വീണ്ടും 2,000 കോടി കൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ബെവ്കോ ഇങ്ങനൊരു ശുപാർശ നൽകുന്നത്. പ്രധാനമായും സംസ്ഥാനത്ത് വലിയ രീതിയിൽ രാസലഹരി, സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം കൂടിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശുപാർശ നൽകുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ രീതിയിൽ മദ്യം, അതായത് വീര്യം കുറഞ്ഞ മദ്യം ഓൺലൈനായി വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ രാസലഹരിയുടെ ഉപയോഗത്തിൽ കുറവുണ്ടാകും. അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യമാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ, വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് വീര്യം കുറഞ്ഞ മദ്യമാണ്. അത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം ഓൺലൈനായി ലഭ്യമാക്കാൻ കഴിയുന്ന സാധ്യതകളാണ് നിലവിൽ പരിശോധിക്കുന്നത്. അത്തരത്തിലൊരു ആപ്പ് നിലവിൽ നിർമ്മിച്ചു കഴിഞ്ഞു, അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ബെവ്കോ MD സർക്കാരിന് ശുപാർശ നൽകിയ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒപ്പം തന്നെ സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്, സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പന നടത്താൻ സംസ്ഥാനം അത്രത്തോളം അതിന് പാകപ്പെട്ടിട്ടില്ല എന്നാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപും ഇതേ രീതിയിൽ ബെവ്കോ ഒരു ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ അന്നും ഓൺലൈൻ വിൽപ്പന നടത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ കൂടി പരിശോധിക്കണം, അതിന് കുറച്ചുകൂടി കഴിഞ്ഞാകാം എന്നുള്ളൊരു മറുപടിയായിരുന്നു ബെവ്കോയ്ക്ക് അന്ന് സംസ്ഥാന സർക്കാർ കൊടുത്തത്. പക്ഷേ ഈ നിലയിൽ, കാരണം ഇപ്പോൾ തമിഴ്നാട് മോഡലിലൊക്കെ തന്നെ ഒഴിഞ്ഞ കുപ്പി, അത് പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും അല്ലാത്ത കുപ്പിയാണെങ്കിലും തിരികെ എത്തിച്ചാൽ അതിന് പണമടക്കം നൽകുന്ന നിലയിലേക്ക് അടുത്ത സെപ്റ്റംബർ മാസം മുതൽ സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ്. ആ രീതിയിൽ വരുമാന വർധനവും ഒപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയിലൂടെ മറ്റ് രാസലഹരിയുടെ ഒഴുക്ക് തടയാനും അതിൻ്റെ ഉപയോഗം തടയാനുമാണ് ഈ രീതിയിൽ ഓൺലൈൻ വഴി, അത് 23 വയസ്സ് പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ ഒരാൾക്ക് മദ്യം ഈ രീതിയിൽ ഓൺലൈനായി ഓർഡർ ചെയ്താൽ അവിടെ എത്തുന്ന ഡെലിവറി ചെയ്യുമ്പോൾ അങ്ങനെ 23 വയസ്സ് തെളിയിക്കുന്ന സാക്ഷ്യപത്രം അല്ലെങ്കിൽ അതിൻ്റെ രേഖ കാണിച്ചാൽ മാത്രമായിരിക്കും അത് കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ രീതിയിൽ 3 ലിറ്റർ വരെ ഒരാൾക്ക് വാങ്ങാമെന്ന രീതിയിലാണ് നിലവിൽ ഈ ഒരു ആപ്പ് തയ്യാറാക്കിക്കൊണ്ട് ഈ രീതിയിൽ സംസ്ഥാനത്ത് ഓൺലൈനായി മദ്യം എത്തിക്കാനുള്ള സാധ്യത ബെവ്കോ പരിശോധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ മദ്യവിൽപ്പന നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാന നേട്ടവും ഒപ്പം തന്നെ മറ്റ് രാസലഹരിയിൽ നിന്നുള്ള മാറ്റത്തെക്കുറിച്ചുമാണ്. അങ്ങനെയുള്ള ശുപാർശ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സർക്കാർ അതിന് അനുമതി നൽകിയില്ലെങ്കിൽ ഇത്തവണ അതിന് അനുമതി നൽകാനുള്ള സാധ്യതയുണ്ട്. സ്വിഗ്ഗി അടക്കം നിലവിൽ 9 കമ്പനികളാണ് ഇതിന് സാധ്യത അറിയിച്ചിട്ടുള്ളത്. ഇനി സംസ്ഥാന സർക്കാർ ഇതിന് അനുമതി നൽകുകയാണെങ്കിൽ അതിന് ടെൻഡർ നടപടികളിലേക്ക് കടക്കും. അങ്ങനെ ടെൻഡർ നടപടികളിലേക്ക് കടന്നാൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏത് കമ്പനി ആയിരിക്കാം ഈ വിതരണം നടത്തുക, അവർ വിതരണം നടത്തുന്നതിൽ നിലവിൽ അവരുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണൊക്കെ പരിശോധിച്ചായിരിക്കുക ടെൻഡർ ആ കമ്പനിക്ക് കൊടുക്കുക. നിലവിൽ ഏറ്റവും ആദ്യം ഇതിൻ്റെ താല്പര്യം അറിയിച്ചത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ കൂടാതെ 8 കമ്പനികൾ കൂടി നിലവിൽ ഇത്തരത്തിൽ തങ്ങളുടെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്.